സംസ്ഥാന സർക്കാരിൻ്റെ പോരാട്ടമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ. ആ പോരാട്ടത്തിൻ്റെ മറ്റൊരു മുഖമാണ് ഇന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി അവതരിപ്പിച്ച കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ്. ഈ ബജറ്റിനകത്ത് സംസ്ഥാനത്തെ പരിപൂർണമായി അവഗണിച്ച സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നായിട്ടുള്ള വയനാട് പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ വ്യക്തമായിട്ട് തുക മാറ്റിവെച്ചിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ടെന്നും അതിന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമായിട്ട് കാര്യങ്ങൾ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ബാലഗോപാൽ പറഞ്ഞ കാര്യം, ധനകാര്യമന്ത്രി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. സർ, പരിസ്ഥിതിയും ദുരന്ത പരിഹാരവും. സർ, 2025 കേരളം സ്വാഗതം ചെയ്യുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കുള്ള പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടാണ്. കേരളത്തെ സങ്കടക്കടലിലാക്കിയ അതിതീവ്ര ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായത്. 2024 ജൂലൈ 30 മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ 254 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 44 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. 2007 വീടുകൾ തകരുകയും ആയിരക്കണക്കിന് പേരുടെ ഉപജീവനം മാർഗമില്ലാതാവുകയും ചെയ്തു. ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിൻ്റെ കണക്ക് ഏകദേശം 1202 കോടിയാണ്. പുനർനിർമ്മാണത്തിനുള്ള പുനരധിവാസ ചെലവിന് 2221 കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് വിദഗ്ധരടങ്ങിയ സംഘം വിലയിരുത്തിയിട്ടുള്ളത്. എല്ലാവരുടെയും നിശ്ചയവുമായ സഹകരണം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് സർക്കാർ പുനരധിവാസ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. 2025-26 കേന്ദ്ര ബജറ്റിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം യാതൊരു സഹായവും അനുവദിച്ചിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തും എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പ്രതീക്ഷ. സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ്. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഇതിനായി ആദ്യഘട്ടത്തിൽ 750 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു. സർ, CMDRF, SDMA, കേന്ദ്ര ഗതാഗത പൊതു സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഫണ്ടുകൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, സ്പോൺസർഷിപ്പുകൾ എന്നിവ കൂടി ഈ പദ്ധതിയിൽ വിനിയോഗിക്കും. അധികമായി ആവശ്യം വരുന്ന ഫണ്ട് അനുവദിക്കും. പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ കവചം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടുകൂടി ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സിൻ്റെ മേഖലയിൽ കേരളം പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. സർ, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കാലാവസ്ഥാ മാറ്റത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നുണ്ട്. ഏത് സ്ഥലത്തും എന്തുമാവാവുന്ന അനാരോഗ്യകരമായ സമീപനമാണ് നിർഭാഗ്യവശാൽ നാം പൊതുവെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. എവിടെ എന്തൊക്കെ ആവാം, എന്തൊക്കെ പാടില്ല എന്നത് ശാസ്ത്രീയമായി നിശ്ചയിച്ചുകൊണ്ടുള്ള സ്ഥലമാന ആസൂത്രണത്തിന് സ്പാഷ്യൽ പ്ലാനിംഗ് ഇനി മുതൽ കേരളം ഉയർന്ന പരിഗണന നൽകും. വയനാട് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് വന്യജീവി ആക്രമണമാണ്. അതിനെക്കുറിച്ചും വന്യജീവി വകുപ്പിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ ഇത്തവണ സംസ്ഥാന ബജറ്റിൽ സംസ്ഥാന ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, എത്ര തുകയാണ് ഫെൻസിങ്ങിനടക്കം എത്ര തുകയാണ് മാറ്റി വെക്കുന്നതെന്നും ഈ ബജറ്റിനകത്ത് കെ.എൻ. ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് കാണാം. വന്യജീവി ആക്രമണം. സർ, ഈ സർക്കാരിൻ്റെ കാലത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു. റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കുന്നതിനും മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള വിഹിതം വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് വന്യമൃഗ പെരുപ്പത്തെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. ഇതിനാവശ്യമായ ഇടപെടലിനായി സംസ്ഥാനം മുൻകൈ എടുക്കും. സർ, വന്യജീവി ആക്രമണ നഷ്ടപരിഹാരവും പ്രതിരോധവും ഉൾപ്പെടെ വന്യജീവി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി പദ്ധതി വിഹിതത്തിന് പുറമെ വനമേഖലയിലെ വന്യമൃഗശല്യം നിയന്ത്രിക്കാനും വനമേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും പ്രത്യേക പാക്കേജിന് പ്ലാനിൽ അനുവദിച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെ ഒരു 50 കോടി രൂപ കൂടി അധികമായിട്ട് അനുവദിക്കുന്നു. വനവും വന്യജീവി സംരക്ഷണവും. സർ, വനവും വന്യജീവി സംരക്ഷണവും എന്ന മേഖലയ്ക്കായി 2025-26 സാമ്പത്തിക വർഷം ആകെ 305.61 കോടി രൂപ വകയിരുത്തുന്നു. ഇത് മുൻവർഷത്തെക്കാളും 27.55 കോടി രൂപയാണ്. മുൻപ് ആമുഖത്തിൽ പറഞ്ഞ 50 കോടി രൂപ ഇതിനും പുറമെയാണ്. കേന്ദ്ര സഹായമായി 45.47 കോടി രൂപ പ്രതീക്ഷിക്കുന്നു. ജലസുരക്ഷ മെച്ചപ്പെടുത്തുക, മനുഷ്യ-വന്യമൃഗ സംഘർഷങ്ങൾ ലഘൂകരിക്കുക, വനമേഖലയെ ആശ്രയിച്ച് കഴിയുന്ന വിഭാഗങ്ങളുടെ ജീവനും ജീവനോപാധികൾക്കും സംരക്ഷണം നൽകുക, കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെതിരെയുള്ള കവചമായി ജനങ്ങളെ നിലനിർത്തിക്കൊണ്ട് വനങ്ങളുടെ സുസ്ഥിര പരിപാലനം ഉറപ്പാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് വനവും വന്യജീവി സംരക്ഷണം എന്ന മേഖലയിൽ 25-26 വർഷം ഊന്നൽ നൽകുന്നത്. മനുഷ്യ-വന്യമൃഗ സംഘർഷ സംബന്ധമായ വിവരങ്ങൾ യഥാർത്ഥസമയം ശേഖരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ ഫീൽഡ് തലത്തിൽ നൽകുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി സംസ്ഥാനതല കൺട്രോൾ റൂം 36 DEOCകളിലും രൂപീകരിച്ചു. മനുഷ്യ-വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിച്ച് അതിവേഗം പരിഹരിക്കുന്നതിനായി 24-25 സാമ്പത്തിക വർഷത്തിൽ 48.85 കോടിയാണ് വകയിരുത്തിയത്. ഇതിൽ 21.55 കോടി വർദ്ധിച്ച് 70.4 കോടിയായി ഉയർത്തുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയായവർക്കുള്ള സഹായമായി 2011-16 കാലയളവിൽ 39.52 കോടിയാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ 2016-21 കാലയളവിൽ 91.36 കോടി വിതരണം ചെയ്തു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 129.51 കോടി രൂപ ഈ ഇനത്തിൽ സഹായധനമായി വിതരണം ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രവർത്തിച്ചു വരുന്ന 19 ദ്രുത കർമ്മസേനകൾക്ക് പുറമെ 9 ഫോറസ്റ്റ് ഡിവിഷനുകൾ കൂടി പുതിയ ദ്രുത കർമ്മസേനകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ
ആറാട്ടുകളുടെ എണ്ണം 28 വർദ്ധിച്ചിട്ടുണ്ട്. വനാശ്രിതരായ പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നും 500 പേർക്ക് പുതിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ തസ്തിക സൃഷ്ടിച്ച് PSC മുഖേന അവർക്ക് 2023 നിയമനം നൽകി. പ്രവർത്തനക്ഷമമല്ലാത്ത ഫെൻസിങ്ങുകൾ അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കുന്നതിന് മിഷൻ സോളാർ ഫെൻസിംഗ് 24 എന്ന പദ്ധതി സംസ്ഥാനത്താകെ നടപ്പിലാക്കിയിട്ടുണ്ട്. സർ, സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം എന്ന പദ്ധതി നടപ്പിലാക്കുന്നതാണ്. വിവിധ വനസംരക്ഷണ പ്രവർത്തനങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെട്ട വനസംരക്ഷണ പദ്ധതിക്ക് 25 കോടി രൂപ വകയിരുത്തുന്നു. വനസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ശാക്തീകരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി 50.3 കോടി രൂപ വകയിരുത്തുന്നു. പ്രൊജക്ട് എലിഫന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിയാർ, ആനമുടി, നിലമ്പൂർ, വയനാട് ആനസങ്കേതങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് 3.5 കോടി രൂപ വകയിരുത്തുന്നു. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിനായി 2 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാനത്തിന്റെ ഏറ്റവും സുപ്രധാനമായ 2 കാര്യങ്ങൾക്ക് വ്യക്തമായ തുകയാണ് ഇവിടെ സംസ്ഥാന ധനകാര്യമന്ത്രി വകയിരുത്തിയിട്ടുള്ളത്. മാത്രമല്ല, അതിനെ അഡ്രസ് ചെയ്യാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സുപ്രധാന പ്രശ്നങ്ങൾ ഉണ്ട്, അത് അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്നും സംസ്ഥാന സർക്കാർ മനസ്സിലാക്കി അതിനനുസരിച്ച് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുകയാണ് എന്നുള്ളതിന് ഏറ്റവും പുതിയ തെളിവ് തന്നെയാണ് ഈ സംസ്ഥാന ബജറ്റ്.